ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി ഈ വീഡിയോസ് ഒന്ന് എത്തിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഞാൻ അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. സോ അതിൻ്റേതായ റീച്ച് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ നിങ്ങൾ പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം ഞാനിത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഇത് ചെയ്യും എന്നെനിക്കറിയാം. കാരണം ഓരോരുത്തരും ട്രേഡ് ചെയ്യുന്ന ഓരോരുത്തരും അവർ മാർക്കറ്റിൽ ഓരോ വാർത്തകളും ശേഖരിച്ചതെല്ലാം തന്നെ ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അത് ഓരോരുത്തർ ചെയ്യുന്നതിന് പകരം ഞാനൊരാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട ഇതിലേക്ക് പോകുന്നുണ്ട്. ഇന്ന് 2025 ഏപ്രിൽ 22 ചൊവ്വാഴ്ചയാണ്. സെൻസെക്സിൻ്റെ എക്സ്പയറി ദിവസമാണ്. കൂടാതെ മാർപ്പാപ്പ ഇന്നലെ അന്തരിച്ചു. അപ്പോൾ അതിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ദെൻ നമുക്ക് ഇന്നത്തെ മറ്റ് മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് പോവാം. പ്രധാനമായിട്ടും നോക്കേണ്ടത് US മാർക്കറ്റ് ഇടിഞ്ഞു കുത്തി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപിൻ്റെ ഒരുപാട് കാരണം ട്രംപും അവിടെ ഫെഡ് ചെയർമാനും കൂടി തമ്മിൽ ഒരു അടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മാർക്കറ്റ് ഇന്നലെ ഇടിഞ്ഞിട്ടുണ്ട്. ദെൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിൽ എത്ര പേര് ഇത് ഉപയോഗപ്പെടുത്തി എന്ന് എനിക്കറിയില്ല. നിഫ്റ്റി 8 ദിവസം കൊണ്ട് 2500 പോയിൻ്റാണ് മാർക്കറ്റ് കയറിപ്പോയിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ 21,743 വരെയും മാർക്കറ്റും താഴോട്ട് പോയിരുന്നു. അവിടെ നിന്ന് ഫർദർ ഒരൊറ്റ വരം 8 ദിവസം കൊണ്ട് 2500 പോയിന്റ് മാർക്കറ്റ് മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ്, അതിപ്പോൾ ഉള്ളത് ഒരു റെസിസ്റ്റൻസിലാണ് ഇപ്പോൾ വന്നിട്ട് തട്ടി നിൽക്കുന്നത്. അവിടെ നിന്ന് ഫർദർ താഴോട്ട് പോയിട്ടില്ലെങ്കിൽ അത് കട്ട് ചെയ്ത് മുകളിലോട്ട് വരികയാണെങ്കിൽ 24,857 വരെ ആയിരിക്കും നിഫ്റ്റി കയറി വരിക. 24 കഴിഞ്ഞാൽ പിന്നെ ഓൾ ടൈം ഹൈയിൽ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. 26,277 എനിക്ക് ഇവിടെ ഈ ചാർട്ടിൽ കണ്ടത്. അപ്പോൾ ഈ ഒരു വാല്യൂ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്, ഇത് ഇപ്പോൾ കണ്ടില്ല ഇത്രയും സ്പീഡിൽ 8 ദിവസം കൊണ്ട്, ഇത് ഒരുപാട് നാൾ കൊണ്ട് പതുക്കെ വീണ് തീർന്ന സാധനം 8 ദിവസം കൊണ്ട് ഒറ്റയടിക്ക് കയറി വന്നു. നമ്മൾ കണ്ണടച്ച് സ്റ്റോക്കെല്ലാം വാങ്ങിക്കണം എന്ന് ആലോചിക്കുമ്പോഴത്തേനും 2500 പോയിന്റ് റിക്കവറായി. അതാണ് ഇതിൻ്റെ ഈ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത. എത്രത്തോളം സ്റ്റോക്ക് പോർട്ട്ഫോളിയോ നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മാർക്കറ്റ് ശരിക്കും കയറിപ്പോയിട്ടുണ്ടാവും, പക്ഷേ നമ്മുടെ പോർട്ട്ഫോളിയോ ഇപ്പോഴും പഴയ സ്ഥലത്ത് തന്നെ കിടപ്പുണ്ടാവും. അത് നമ്മൾ പിക്ക് ചെയ്യുന്ന സ്റ്റോക്കുകളുടെ ഡിഫറൻസ് ആണ്. നിഫ്റ്റിയുടെ 50 സ്റ്റോക്കുകളാണ് ഇത് റെഫർ ചെയ്യുന്നത്. നമ്മൾ ചിലപ്പം ഇതിൽ പെടാത്ത പല സ്റ്റോക്കുകളും നമ്മുടെ കയ്യിലുണ്ടാവും. അത് മാത്രമല്ല ഇതിൻ്റെ ഒരു വെയിറ്റേജും കൂടെ ഉണ്ട്. ഓരോ സ്റ്റോക്കും എത്ര പെർസെൻറ്റേജ് ഇതിനകത്ത് അതിൻ്റെ റോള് വഹിക്കുന്നുണ്ട് എന്ന കാര്യത്തിനും ഒരു പെർസെൻറ്റേജ് ഒരു കാൽക്കുലേഷൻ ഉണ്ട്, വെയിറ്റേജ് എന്ന് പറയുന്നതിന്. അപ്പോൾ അതും കൂടി കണക്കെടുത്താണ് ഈ മൂവ്മെൻറ്റ് വരുന്നത്. എങ്കിൽ കൂടി നമ്മുടെ പോർട്ട്ഫോളിയോ എപ്പോഴും റെഡിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ കുഴപ്പമില്ല, തിരിച്ചു കയറി വന്നോളും എന്ന പ്രതീക്ഷയിൽ ആവറേജ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. എന്തായാലും ഈ ഒരു കാര്യം ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചെന്നറിയില്ല, പക്ഷേ ഇത് ഇത്രയും 8 ദിവസം കൊണ്ട് 2500 പോയിന്റ് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് റെസിസ്റ്റൻസ് ആണ്. ഇവിടുന്ന് ഫർദർ മുകളിലോട്ട് ബ്രേക്ക് ചെയ്യുകയാണോ അതോ ഇനി താഴോട്ടാണോ എന്നുള്ളത് കണ്ടറിയണം. കാരണം ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് ഈ ട്രംപിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് മാർക്കറ്റിനെ ഇടിച്ച് താഴ്ത്താൻ അയാൾ ശ്രമിക്കുന്നുണ്ട്. ആ രാജ്യത്തെ സാമ്പത്തിക പോളിസി പോലും ആ പ്രസിഡന്റ് പറയുന്നത് പോലെ നടക്കണം എന്ന കാര്യത്തിലാണ് പുള്ളി വാശി പിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാമ്പത്തിക വിദഗ്ധർ അതിൻ്റേതായ രീതിയിൽ ചെയ്യുമ്പോൾ പുള്ളിക്ക് അത് പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പം എന്തായാലും ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, കോൾ ഇന്ത്യ, ഗന്ത റോയൽ റിഫൈനറി, നുറേക്ക, പേടിഎം, HG ഇൻഫ്ര, ടാറ്റ പവർ, അനന്തരാജ്, പിന്നെയും കുറേ സ്റ്റോക്കുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, രാജരത്തൻ, ഗ്ലോബൽ വയർ, അലോക് ഇൻഡസ്ട്രീസ്, ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ, ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽ, പിറ്റി എഞ്ചിനീയറിംഗ്, മഹീന്ദ്ര ലോജിസ്റ്റിക്സ്, വേദാന്ത ഒരു ന്യൂസ് ഞാൻ കുറച്ച് നേരത്തെ വായിച്ചിരുന്നു, ബ്രിഗേഡ് എൻ്റർപ്രൈസസ്, ഗുജറാത്ത് ആൽക്കലൈസ് ആൻഡ് കെമിക്കൽസ്, മസ്ഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്. ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ ഹൈലൈറ്റ് ആയിട്ട് കണ്ടത്. ഞാൻ ഓരോ ന്യൂസുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ ആ സമയത്ത് എഴുതി പോകുന്നതാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ഇതിൽ കൂടുതലുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടോ. ദെൻ അതേപോലെ നമ്മുടെ ഇന്ത്യയിൽ 10 വയസ്സ് കഴിഞ്ഞ് ആർക്കും സ്വന്തമായിട്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും അത് പ്രവർത്തിപ്പിക്കാനും സാധിക്കും. ഇതുവരെയും നമ്മളൊരു മൈനർ അക്കൗണ്ട് രക്ഷിതാവിൻ്റെ പേരിലാണ്, രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്തത്തിൽ ഓപ്പൺ ചെയ്യാറാണ്. ഇനി അതല്ല, 10 വയസ്സ് കഴിഞ്ഞ് ആർക്കും സ്വന്തമായിട്ട് അക്കൗണ്ട് എടുക്കാം എന്നൊരു തീരുമാനം വന്നിട്ടുണ്ട്. അതേപോലെ ട്രംപ് ഫെഡ് ചെയർ പവലിനെ വീണ്ടും ഇങ്ങനെ എന്താ പറയുക ഒരു വല്ലാത്ത രീതിയിലാണ് അദ്ദേഹം ഈ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്.
അപ്പോൾ അതൊരു സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുന്ന അവരുടെ കാര്യങ്ങളിൽ പോലും ട്രംപ് കയറി ഇടപെടാൻ തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ആ രാജ്യത്തെ കാര്യങ്ങളാണെങ്കിലും കൂടി അന്താരാഷ്ട്ര തലത്തിൽ ബാധിക്കുന്നൊരു വിഷയമായതുകൊണ്ട് മാത്രമേ ഞാൻ ഇവിടെ ഷെയർ ചെയ്തേ ഉള്ളൂ. അതേപോലെ ഇന്നലെ ഞാൻ ഇവിടെ ഒരു ഗ്രൂപ്പിൻ്റെ കാര്യം, ഒരു ചാനൽ, ടെലിഗ്രാം ചാനലിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അത് സ്റ്റോക്ക് മാർക്കറ്റ് ഹെഡ്ലൈൻസ് എവറി മിനിറ്റ്സ് എന്നുള്ള, അല്ലെങ്കിൽ ഇത് അതിൻ്റെ ചാനലിൻ്റെ പേര് വരുന്നത്, യൂസർ നെയിം വരുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് എവറി മിനിറ്റ് എന്നാണ്. @ അടിച്ചിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് എവറി മിനിറ്റ് എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനൽ കിട്ടും. ഇന്നലെ എനിക്ക് തോന്നുന്നു ഏകദേശം 1000-ൻ്റെ അടുത്ത് ഹെഡ്ലൈൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് മാത്രം വായിച്ചാൽ മതി, മറ്റൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇപ്പം ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് പോലെ തന്നെയുള്ള, ഇപ്പോൾ ഇതാ ഈ ഒരു ന്യൂസ് കണ്ടില്ലേ, ട്രംപ് അഗൈൻ ഹിറ്റ്സ് ഔട്ട്, ഇതേപോലെ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവർ തമ്മിലുള്ള ക്ലാഷിൻ്റെ ഒരു സംഭവമാണ്. ഇനി ഇതിനെക്കുറിച്ച് മനസ്സിലാകുന്നില്ലെങ്കിൽ മാത്രം കംപ്ലീറ്റ് വായിക്കാനുള്ള ലിങ്ക് അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഹെഡ്ലൈറ്റ്സ് കിട്ടിയാൽ മതി. ഓരോ ഇപ്പോൾ NSEയിലെ കാര്യങ്ങളായാലും സെബിയുടെ കാര്യങ്ങളായാലും അതിനകത്തൊരു ഹെഡ്ലൈൻസിൽ അതിൻ്റെ കണ്ടന്റ് ഉണ്ടാവും, ആക്ച്വൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. അതിന് പ്രത്യേകിച്ച് ഭാഷ അറിയണം എന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇത് പരമാവധി മലയാളത്തിലേക്ക് ആക്കാൻ വേണ്ടി ശ്രമിക്കും. ഒത്തിരി പേര് എനിക്ക് ഇന്നലെ ബർത്ത്ഡേ മെസ്സേജ് അയച്ചപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മലയാളത്തിലാക്കിക്കൂടെ. ഇത് ഒരാളിരുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയൊന്നുമല്ല. അത്യാവശ്യം നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൻ്റെ മുകളിൽ ഇപ്പം ചെയ്തിട്ടാണ് ഈ ഒരു പരിപാടി ഇപ്പോൾ റണ്ണിങ്ങിലായിട്ടുള്ളത്. ഇത് അതേപോലെ മണി ഫ്ലോ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം, ഇതെല്ലാം തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് കരുതി റിലീസ് ചെയ്യുന്നതാണ്. അതിന് ബാക്ക് എൻഡിൽ ഞങ്ങൾ അത്യാവശ്യം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടി മനസ്സിലാക്കിയിട്ട് ഇത്രയും കാശ് മുടക്കി ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇത്, കാരണം ഓരോ ഇങ്ങനെയുള്ള പരിപാടികൾ ഇറങ്ങുമ്പോൾ കോഡിങ് അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഡെവലപ്പറിൻ്റെ കാശ്, സെർവർ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് സ്പെൻഡ് ചെയ്തിട്ട് ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെ എന്ന രീതിയിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ന്യൂസ് കളക്ട് ചെയ്യുക എന്നുള്ളത്. എവിടെയൊക്കെ പോയി ഏതൊക്കെ ന്യൂസ് കിട്ടുമെന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. ഇൻ്റർനാഷണൽ ന്യൂസ് വായിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ ന്യൂസ് നമ്മൾ മിസ്സായിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഒരു സ്ഥലത്ത് കളക്ട് ചെയ്ത് കിട്ടി ഹെഡ്ലൈൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് കാര്യങ്ങൾ, US ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, റഷ്യയിൽ ഇങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടും. അറ്റ്ലീസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ന്യൂസ് അറിഞ്ഞിട്ടില്ലെങ്കിലും. സോ അതാണ് ഇവിടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ 2 പ്ലാറ്റ്ഫോമുകൾ ഫ്രീ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുകയാണ്. ഒന്ന് മണി ഫ്ലോ എന്നുള്ള ആ ഒരു പ്ലാറ്റ്ഫോം, അവിടെ നിങ്ങൾക്ക് ഗൈഡ് ലൈൻസ് കിട്ടും, എങ്ങനെയാണ് റിക്കവറിയിലേക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ ഒരു ട്രേഡ് പോകുമ്പോൾ എങ്ങനെയാണ് ലോസും പ്രോഫിറ്റൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളൊരു അഡ്വൈസാണ് കിട്ടുക. അത് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. ദെൻ ഇത് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് എവറി 2 മിനിറ്റ്സ് കൂടുമ്പോൾ അതിനകത്ത് അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വേൾഡ് വൈഡായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ അതേ സമയത്ത് നിങ്ങളുടെ മുന്നിൽ ഒറ്റ ഒരു കുടക്കീഴിൽ എത്തിക്കുക എന്നൊരു ലക്ഷ്യമാണ്. അത് ഇപ്പോൾ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇന്നലെ ലോഞ്ച് ചെയ്ത മുതൽ ഇന്ന് വരെയും ഏകദേശം 900+ ഹെഡ്ലൈൻസ് അത് കവർ ചെയ്തിട്ടുണ്ട്. രാവിലെ 6 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള ഒരു ടൈം ഫ്രെയിമിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ പിന്നിലുള്ള ആൾക്കാരും അതേപോലെ തന്നെയാണ്. സോ അതേപോലെ നമ്മൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കുറേ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്യുക. പരമാവധി എല്ലാവരും ഒരു സപ്പോർട്ട് ചെയ്യണം എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു ന്യൂസ് അവസാനമാണ് വന്നത്. ഏറ്റവും ആദ്യം വരേണ്ട ഒരു ന്യൂസായിരുന്നു. അപ്പോൾ മാർപ്പാപ്പ അന്തരിച്ചതിൻ്റെ ഒരു വാർത്തയാണ്. ഇത് ഏറ്റവും ആദ്യം വരേണ്ട ന്യൂസ് ഏറ്റവും അവസാനമാണ് ഈ ഒരു പ്രസൻറ്റേഷനിൽ എത്തിയിരിക്കുന്നത്. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കാം. US മാർക്കറ്റ് പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ റെഡിലാണ് പോയിരിക്കുന്നത്. 900 ഡോ ജോൺസ് 971 പോയിന്റാണ് റെഡിലായിരിക്കുന്നത്. ഇനി യൂറോപ്യൻ മാർക്കറ്റിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ജപ്പാൻ്റെ മാർക്കറ്റ് ഇടിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് റെഡിൽ. ചൈനയുടെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. ചില ദിവസം അവരുണ്ടാവും, ചില ദിവസം ഉണ്ടാവില്ല. എന്തായാലും ഇത് സൈറ്റിൻ്റെ ഒരു പ്രശ്നമാണ്. എനിക്ക് ഡാറ്റ കിട്ടുന്ന സൈറ്റുകളുടെ പ്രശ്നമാണ്. പെട്ടെന്ന് തന്നെ ശരിയാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ക്ലോസ് ചെയ്ത് 24,150 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 24,075 കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 24,086 ഓപ്പണായ സ്ഥലത്ത് നിന്ന് 11 പോയിന്റ് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു ക്യാൻഡിൽ ഗ്രീൻ ആണെങ്കിലും താഴെയാണ്, ഇന്നലത്തെ ക്യാൻഡിലിനേക്കാളും താഴെയാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. ഇനി മറ്റ് ഇത് നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് 63.19 നിൽക്കുന്നു. അത് പ്രൈസ് ഇടിയാണ് ചെയ്തിട്ടുള്ളത്. ഗോൾഡ് ഇന്നലെ അപാരമായ പോക്കാണ് പോയത്. $100 ഇന്നലെ കയറിപ്പോയത്. $3,440 ട്രേഡ് നടക്കുന്നു. അതേപോലെ ബിറ്റ് കോയിൻ 87,923 ട്രേഡിങ് നടക്കുന്നു. അതും ഇന്നലെ എനിക്ക് തോന്നുന്നു $3,000 ബിറ്റ് കോയിനിൽ കയറിയത്.
USD/INR റേറ്റ് 85 രൂപ 12 പൈസയാണ് ഇന്നത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ രൂപയുടെ മൂല്യം അതേപോലെ കയറി വരുന്നുണ്ട്. ഇത് 86 രൂപ 45 പൈസയൊക്കെ ഉണ്ടായിരുന്നത് 85 രൂപ 12 പൈസയിലേക്ക് എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ ഒരു പോസിറ്റീവായ ഒരു കാര്യം തന്നെയാണത്. ഇനി ഗ്ലോബൽ ഇവൻസിലേക്ക് നോക്കുകയാണെങ്കിൽ US IMF മീറ്റിംഗ്, റെഡ് ബുക്ക് ഇയർ ഓൺ ഇയർ, ഫെഡ് ഗവർണർ ജെഫ്സൺ സ്പീക്സ്, അതൊക്കെ ഒരു സ്പീച്ചാണ്. ദെൻ റിച്ച്മണ്ട് മാനുഫാക്ചറിങ് ഇൻഡെക്സ്, സർവീസസ് ഇൻഡെക്സ്, അതൊക്കെ ചെറിയ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഇവൻറ്റുകളാണ്. M2 മണി സപ്ലൈ മന്ത് ഓൺ മന്ത്, FOMC മെമ്പർ കാഷ്കരി സ്പീക്സ്. ഓക്കെ, ഇവരുമായിട്ട് ട്രംപ് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, അതിൻ്റെ ഒരു ന്യൂസും ഞാൻ അവിടെ കണ്ടിരുന്നു. US തന്നെ API വീക്ക്ലി ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്, ദെൻ US FOMC കൂഗ്ലർ സ്പീക്സ്, ദെൻ UK ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബ്രീഡൻ സ്പീക്സ്, ജപ്പാനിൽ ബാങ്ക് ഓഫ് ജപ്പാൻ കോർ CPI ഇയർ ഓൺ ഇയർ. ഇത്രയും ഇവൻറ്റുകളാണ് ഇന്നത്തേക്ക് ലിസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. ദെൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഡെൽറ്റ കോർപ്പറേഷൻ, CDG പെട്രോകെമിക്കൽസ്, സെല്ല സ്പേസ് ലിമിറ്റഡ്, ജയശ്രീ കെമിക്കൽസ്, JMJ ഫിൻടെക്സ്, സമ്പൻ ഉൽപാദൻ ഇന്ത്യ, ഇൻഫോലയൺ എന്ന് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്, ഇൻഫോലയൺ റിസർച്ച് സർവീസസ്, ഹുത്തമാക്കി ഇന്ത്യ. ഇതൊക്കെ ചെറിയ സ്റ്റോക്കുകളാണെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ പേരുകൾ വായിക്കുന്നത്. വർദ്ധമാൻ സ്പെഷ്യൽ സ്റ്റീൽസ്, HCL ടെക്നോളജീസ്, ഹാത്വേ കേബിൾ ആൻഡ് ഡാറ്റാകോം, DLM ചോയ്സ് ഇന്റർനാഷണൽ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസസ്. ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുള്ളത്. ദെൻ F&O ബാനിൽ ഇന്നൊരു പുതിയ സ്റ്റോക്ക് കൂടി ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇന്നലെ ഏഞ്ചൽ വൺ ആഡ് ചെയ്തിരുന്നു. ഏഞ്ചൽ വൺ, ഹിൻകോപ്പർ, IREDA, മണപ്പുറം ഫിനാൻസ്, ടാറ്റ, ELXI. ഇത്രയും സ്റ്റോക്കുകളാണ് F&O ബാനിൽ വന്നിട്ടുള്ളത്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1970 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇന്നലെ ചെയ്തത്. അതേപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 246 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ചെയ്തത്. മൊത്തത്തിൽ 2216 കോടിയുടെ നിക്ഷേപം ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ FMCG, അതേപോലെ FMCG മാത്രമാണ് ഇന്നലെ റെഡിൽ അവസാനിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ പോസിറ്റീവിലാണ് അവസാനിച്ചിരുന്നത്. ഇതിനകത്ത് PSU ബാങ്ക് 2.47% ഹയസ്റ്റ് ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ദെൻ ITയും തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ 2.29% ഗ്രോത്തിൽ ITയും വന്നിട്ടുണ്ട്. ഇനി ETF-ലേക്ക് വരികയാണെങ്കിൽ ലോങ് ടേം അല്ലെങ്കിൽ SIP ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ എല്ലാ ETF-കളും എല്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്ത ETF-കൾ 250ഓളം ETF-കൾ ഉണ്ട് കേട്ടോ ഇന്ത്യൻ മാർക്കറ്റിൽ. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ETF-കളിൽ എല്ലാം തന്നെ ഗ്രീനിലാണ് അവസാനിച്ചത്. നിഫ്റ്റി ബീസ് 1.25% ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ എല്ലാം തന്നെ ഇവിടെ ഓട്ടോബീസ് 2.08% ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇന്നലെ ഹയസ്റ്റ് മൂവ്മെൻറ്റ് കിട്ടിയ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ NSEയിൽ ഹിന്ദ് മോട്ടോഴ്സ് ഇന്നലെ 19.97%, അത് ചെറിയ പെനി സ്റ്റോക്കാണ്. സ്പന്ദന, സഫൂർ, GNA ആക്സിൽസ്, അർമാൻ ഫിനാൻഷ്യൽ, CSL ഫിൻ, ദെൻ ടെക്സ്മോ പൈപ്സ്, ലിബർട്ടി ഷൂസ്, DCX സിസ്റ്റംസ്, സംഭവ് മീഡിയ, DCX സിസ്റ്റംസ്. ഇങ്ങനെ 10 സ്റ്റോക്കുകളാണ് ഇന്നലെ പ്രധാനമായിട്ടും അപ്പർ സൈഡിലേക്ക് മൂവ്മെൻറ്റ് കൊടുത്തത്. താഴോട്ട് പോയത് രാജ് ഓയിൽ മിൽസ്, കിരി ഇൻഡസ്ട്രീസ്, രാജ് ടെലിവിഷൻ, ലക്ഷ്മി ഡെന്റൽ, മഹാരാഷ്ട്ര പെക്സ്, വികാസ് ലൈഫ്, ഡൈനാമിക് പ്രൊഡക്റ്റ്, ദി ഇൻവെസ്റ്റ്മെൻറ്റ്, E2E നെറ്റ്വർക്ക്സ്, ഡയമൈൻസ് കെമിക്കൽസ്. ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്നലെ നെഗറ്റീവ് മൂവ്മെൻറ്റ്, ഹയസ്റ്റ് നെഗറ്റീവ് മൂവ്മെൻറ്റ് NSEയിൽ കൊടുത്തത്. ദെൻ ഇന്നലത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ 176 പോയിന്റ് അഥവാ 0.74% മുന്നേറ്റത്തിൽ 24,125 നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത്. ഈ ആഴ്ചയിൽ 176 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റം നിഫ്റ്റിക്ക് ഉണ്ടായിട്ടുണ്ട്. മൊത്തത്തിൽ ഈ മാസത്തിൽ 784 പോയിന്റ് ആയിട്ടുണ്ട് ഒരു ഗ്രോത്ത്. തീർച്ചയായിട്ടും പോസിറ്റീവ് തന്നെയാണ് ഈ ക്ലോസിംഗ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല രീതിയിൽ നെഗറ്റീവിലേക്ക് അത് പോയിരുന്നു കേട്ടോ. മറ്റ് ഇൻഡെക്സുകൾ ഇന്നലെ നോക്കുകയാണെങ്കിൽ എല്ലാം ഗ്രീനിൽ തന്നെയാണ് അവസാനിച്ചിട്ടുള്ളത്. ഹയസ്റ്റ് മൂവ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് മിഡ് ക്യാപ്പാണ്. 1.79% മൂവ്മെൻ്റ് ആണ് കൊടുത്തത്. ദെൻ ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കണം. PCR വന്നിരിക്കുന്നത് 1.1 ആണ്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിൽ 24,500 97 ലക്ഷമാണ് വന്നിരിക്കുന്നത്. ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിരിക്കുന്നത് 24,000 1,03,00,000.
വിക്സ് 15.52 എന്നൊരു നല്ലൊരു വാല്യൂവിലാണ് നിൽക്കുന്നത്. സ്പോട്ട് പ്രൈസ് 24,125. ഇനി ഇന്നത്തേക്കുള്ള CPR നോക്കുകയാണെങ്കിൽ 24,099, 73,47, ഏകദേശം 27 പോയിന്റ് ഗ്യാപ്പിലാണ് CPR വന്നിട്ടുള്ളത്. നോ ട്രേഡ് സോൺ ആണെങ്കിൽ 24,052, 24,032, ഏകദേശം 20 പോയിന്റിന്റെ ഇടയിലുള്ള ഒരു നോ ട്രേഡ് സോണും വന്നിട്ടുണ്ട്. മൊത്തത്തിൽ CPR നോ ട്രേഡ് സോൺ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 24,032 ലോവർ സൈഡ് ബ്രേക്ക് ഡൗൺ ലെവല്, ഹയർ സൈഡിൽ 24,099 നമ്മൾ കരുതണം. അപ്പോൾ 24,32 മുതൽ 99 വരെയുള്ള 67 പോയിന്റിന്റെ ഒരു നോ ട്രേഡ് സോൺ ആണ് നമുക്ക് ഇന്ന് കിട്ടുന്നത്. ഒരല്പം വൈഡാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് മാർക്കറ്റ് നല്ല മൂവ്മെന്റ് കൊടുത്തതുകൊണ്ട് ഇന്ന് മാർക്കറ്റിൽ മൂവ്മെന്റ് ഉണ്ടാകുമോ എന്നുള്ളത് നോക്കിക്കണ്ടറിയണം. ഉണ്ടാവില്ല എന്ന മുൻവിധിയോടുകൂടി പോകരുത്. മാർക്കറ്റിൽ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക, മാർക്കറ്റിൽ മൂവ്മെന്റ് ഇല്ലെങ്കിൽ ട്രേഡ് ചെയ്യാതെ മാറി നിൽക്കാനും ശ്രദ്ധിക്കുക. മിനിമം ക്വാണ്ടിറ്റിയിൽ എൻട്രി എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം. അപ്പോൾ ഇന്ന് 24,099 കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 24,320 വരെ, ഏകദേശം 221 പോയിന്റോളം മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല 24,032 കട്ട് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ 23,931 വരെയും ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, 24,032 കഴിയുന്ന ഒരു മൊമെന്റ് 24,000 എന്ന ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ 24,014 മുതൽ 23,986 വരെയുള്ള ആ ഒരു സോണിൽ വെച്ചിട്ട് മാർക്കറ്റ് വീണ്ടും സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 931 പോവാതെ, അല്ലെങ്കിൽ ഒരു സ്പൈക്ക് വന്നിട്ട് 931 ടച്ച് ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ട് കയറി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതൊരു ശരിക്കും ടെക്നിക്കലി ഉള്ളതല്ല 24,000 എന്നുള്ളത്. പക്ഷേ ഒട്ടുമിക്ക ആൾക്കാരും ഒരു സൈക്കോളജിക്കൽ ഒരു ആൾക്കാരുടെ ഒരു മനസ്സിലുള്ള ഒരു തോന്നലാണ് 24,000 മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുമെന്ന്. അങ്ങനെ വരുമ്പോൾ അവിടെ അവർ പൊസിഷൻസ് സ്ക്വയർ ഓഫ് ചെയ്യും. അങ്ങനെ എല്ലാവരും ചിന്തിച്ച് പൊസിഷൻസ് സ്ക്വയർ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ ഷോർട്ട് പൊസിഷൻ എടുക്കുമ്പോൾ മാർക്കറ്റ് അതിനനുസരിച്ച് പ്രതികരിച്ച് തുടങ്ങുകയും ചെയ്യും. നമ്മളുടെ ആക്ഷൻ തന്നെയാണ് റിയാക്ഷനായിട്ട് നമുക്ക് കിട്ടുന്നത്. സോ എങ്ങനെയാണോ നമ്മൾ ചിന്തിക്കുന്നത് അത് അങ്ങനെ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷേ എല്ലാവരും നമ്മൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കണം എന്ന് വാശി പിടിക്കാൻ സാധിക്കില്ല. കാരണം ഓരോരുത്തരും അവരുടേതായ രീതിയിൽ അനലൈസ് ചെയ്തിട്ടാണ് തീരുമാനങ്ങളിൽ എത്തുന്നത്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് 24,000 സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുമെന്ന് കരുതി കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും ഓപ്പോസിറ്റ് ചിന്തിക്കുന്നവരുണ്ടാവും. 24,000 പൊട്ടി താഴെ ഇറങ്ങുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ അവർ അതിനനുസരിച്ചിട്ടുള്ള പൊസിഷൻ ആയിരിക്കും എടുക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതാണോ തീരുമാനം വന്നിരിക്കുന്നത് ആ രീതിയിലേക്കാണ് മാർക്കറ്റ് നീങ്ങുക എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണ് വാർത്തകളും വിശേഷങ്ങളൊക്കെ ഉള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.